ഡൽഹിയിൽ വായു മലിനീകരണം അതീവ ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ ഒക്ടോബർ മുതൽ പ്രദേശവാസികൾ ശ്വസിക്കുന്നത് വളരെ മോശം വായുവാണ്. ഡിസംബർ പകുതിയോടെയാണ് ഡൽഹിയിലെ പലയിടങ്ങളിലും വായു നിലവാര സൂചിക 600 കടന്നത്. ചിലയിടങ്ങളിൽ ഇത് തീവ്രമായ 1000 കടക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ലോക്കൽ സർക്കിൾസ് നടത്തിയ സർവേ പ്രകാരം 82% പേർ വായു മലിനീകരണം മൂലം തീവ്രമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന് കണ്ടെത്തി. ഡൽഹി, ഗുരുഗ്രാം, നോയിഡ, ഫരീദാബാദ്, ഗാസിയാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 34,000 പേരെ പങ്കെടുപ്പിച്ചാണ് സർവേ നടത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി വായു മലിനീകരണം എങ്ങനെയാണ് ഡൽഹിയിലെ കുടുംബങ്ങളെ ബാധിച്ചതെന്നും സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. ആസ്മ, COPD, പക്ഷാഘാതം, ശ്വാസകോശ പ്രശ്നങ്ങൾ എന്നിവയാണ് കൂടുതലായും കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുക, വ്യാവസായിക മാലിന്യം നിയന്ത്രിക്കുക, വായു മലിനീകരണം മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരെ പിന്തുണയ്ക്കുക തുടങ്ങിയവയാണ് പരിഹാര മാർഗങ്ങളായി പൊതുജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ. ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഡോക്ടർ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദ ഫസ്റ്റ് 24/7 ഹെൽത്ത് ന്യൂസ് ചാനൽ.